വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്? യൂണിറ്റ്സും മെഷർമെൻറ്റ്സ് എന്നുള്ള ഒരു തിയറിയുടെ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് എല്ലാ ആൾക്കാർക്കും, അതായത് യൂണിവേഴ്സിന് ഫുൾ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരേ സ്റ്റാൻഡേർഡിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഓപ്ഷൻ ബി സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ റീപ്ലേസ്മെൻറ്റ്, അതായത് ആവശ്യങ്ങൾക്കനുസരിച്ച് റീപ്ലേസ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ അങ്ങനെ കൊടുക്കുന്നതിന്. ഓപ്ഷൻ സി ഈസ് ഓഫ് ക്വാണ്ടിഫൈയിങ് കോംപ്ലക്സ് ഡാറ്റ, അതായത് കോംപ്ലക്സ് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടെന്ന്. ഓപ്ഷൻ ഡി പേഴ്സണൽ പ്രിഫറൻസ് ഇൻ മെഷർമെൻറ്റ്, എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടങ്ങളനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓപ്ഷൻ എ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് കറക്റ്റ് ആൻസർ. അതായത് കണക്കുകൂട്ടലുകൾക്കും എന്തെങ്കിലും കണക്കുകൾ കൂട്ടാനുണ്ടെങ്കിൽ ഒരേ ആകൃതിയിൽ, അപ്പോൾ അതായത് ലെങ്ത്തിന് മീറ്റർ പറയുകയും അതെങ്കിൽ വേറൊരാൾ ഫർലോങ് പറയുക അല്ലെങ്കിൽ ഒരാൾ ഇഞ്ച് പറയുക ചെയ്യുന്ന സമയത്ത് ഒരേപോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ യൂണിവേഴ്സിന് ഫുൾ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം ഒരേ യൂണിറ്റിൽ, ഒരു സാധനത്തിന് ഒരേ യൂണിറ്റ് കൊടുക്കുക, ലെങ്ത്തിന് മീറ്റർ തന്നെ കൊടുക്കുക, അതായത് ടൈമിന് സെക്കൻഡ് തന്നെ കൊടുക്കുക എന്ന് ചെയ്യുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവാനുള്ള ഒരു എളുപ്പം ഉണ്ടാവും. അതിനു വേണ്ടിയാണ്.